കഥ ആമയും മീനും. ഒരു ദിവസം ആറാട്ടുപുഴയിലെ തെളിനീരിൽ നീന്തിക്കളിക്കുകയായിരുന്നു മത്സ്യങ്ങൾ. എല്ലാവരും സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും നീന്തിയും ആനന്ദത്തോടെ രസിച്ചുകൊണ്ടിരുന്നു. ആ കലപിലകൾക്കിടയിലാണ് ആമച്ചാർ നീന്തി വന്നത്. ആമയും അവരോടൊപ്പം നീന്താൻ തുടങ്ങി. ആ സമയത്താണ് കുസൃതിയായ ഒരു മീൻകുഞ്ഞ് ആമയുടെ അടുത്ത് വന്ന് ചോദിച്ചത്, ആമച്ചേട്ടാ ആമച്ചേട്ടാ, കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കുന്ന ചേട്ടൻ ഞങ്ങൾക്ക് അത്ഭുതമാണ്. ഞങ്ങൾ മീനുകളെ പിടിച്ച് കരയിലിട്ടാൽ കുറച്ചു കഴിയുമ്പോൾ റീത്തു വയ്ക്കേണ്ടി വരും. ഇത് കേട്ട് ആമച്ചാർ രസിച്ച് ചിരിച്ചിട്ട് പറഞ്ഞു, അതേ മക്കളെ, ഞങ്ങൾക്ക് കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിയും. അത് ദൈവം തന്നിരിക്കുന്ന കഴിവാണ്. ഓരോ ജീവികൾക്കും ഓരോരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ മത്സ്യങ്ങൾ നല്ല സൗന്ദര്യമുള്ളവരല്ലേ? അതുപോലെ എത്ര വേഗത്തിലും ഭംഗിയിലുമാണ് നിങ്ങൾക്ക് നീന്തിത്തുടിക്കാനാകുന്നത്. ഇത് കേട്ട് മീൻകുഞ്ഞിന് സന്തോഷമായി. എന്നിട്ട് കുസൃതിക്കുട്ടി വീണ്ടും ചോദിച്ചു, ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുയലിനെ തോൽപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അത് ആത്മവിശ്വാസവും കഠിനപ്രയത്നവും കൊണ്ട് നടന്നതാണെന്നും കേട്ടിട്ടുണ്ട്. പിന്നെ മുയലണ്ണന്റെ അഹങ്കാരവും. അപ്പോൾ ആമച്ചാർ പറഞ്ഞു, ഓ, അതൊക്കെ പഴയ കഥയല്ലേ. അപ്പോഴും കുഞ്ഞുമീൻ വിടാനുള്ള ഭാവമില്ല. കരജീവിയുമായി മത്സരിച്ച് ചേട്ടൻ ജയിച്ചല്ലോ. ഇനി ജലജീവിയുമായി ഒരു മത്സരം നടത്തിയാലോ? ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആമ പറഞ്ഞു, ഓ, അതൊന്നും വേണ്ട മോളെ. ഒരേ വർഗക്കാർ തമ്മിലുള്ള മത്സരമാണ് എപ്പോഴും നല്ലത്. എന്നാലും ചേട്ടാ, ഒരു തമാശക്ക് നമുക്ക് ഒരു ഓട്ട മത്സരം നടത്തിയാലോ? കുഞ്ഞുമീൻ വിടാനുള്ള ഭാവമില്ല. മീനിന്റെ നിർബന്ധവും കൗതുകവും കൂടി വന്നപ്പോൾ ആമച്ചാർ മത്സരത്തിന് സമ്മതിച്ചു. അങ്ങനെ മത്സര ദിവസം നിശ്ചയിച്ചു. വെള്ളത്തിനു മുകളിലൂടെ ഒരുവിധം വേഗത്തിൽ ഓടുന്ന ചൂണ്ടു നീണ്ട കോലാൻ മീനുമായാണ് മത്സരം. ഓട്ട മത്സരത്തിന്റെ നിബന്ധനകൾ കുഞ്ഞുമീൻ പ്രഖ്യാപിച്ചു. എന്താണത്? ഓട്ടം തുടങ്ങുന്നിടത്ത് നിന്ന് ഓടി തിരിച്ചു വന്ന് തുടങ്ങിയിടത്ത് ആദ്യം എത്തുന്നയാൾ വിജയി. റെഡി, 1, 2, 3 എന്ന് പറഞ്ഞ് കുഞ്ഞുമീൻ തുള്ളിച്ചാടി. കോലാൻമീൻ വളരെ വേഗത്തിൽ വെള്ളത്തിനു മുകളിലൂടെ പാഞ്ഞുപോയി. ആമച്ചാരും കഴിയുന്നത്ര വേഗത്തിൽ നീന്താൻ തുടങ്ങി. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ആമച്ചാർ മത്സരം തുടങ്ങിയിടത്ത് തിരിച്ചെത്തി. എല്ലാവരും അത്ഭുതപ്പെട്ടു. പിന്നെയും കുറെ സമയം കഴിഞ്ഞാണ് കോലാൻ തിരിച്ചെത്തിയത്. ആമയെ കണ്ടതോടെ കോലാൻ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പുഴക്കക്കരെ വരെ എത്തി തിരിച്ചു വരുന്ന വഴിയിലെങ്ങും തന്നെ ആമയെ കണ്ടില്ല. പിന്നെങ്ങനെ ഇവിടെ എത്തി വിജയിച്ചു? അപ്പോൾ നമ്മുടെ ആമച്ചാർ ശാന്തനായി പറഞ്ഞു, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ തിരിച്ചെത്തണമെന്നല്ലേ നിബന്ധന. ഞാൻ പുറപ്പെട്ട് കുറച്ചു ദൂരം പോയി തിരിച്ചു വന്നു. പുഴയുടെ മറുകര വരെ പോകണമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ആമച്ചാരുടെ ന്യായം കേട്ടപ്പോൾ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കുഞ്ഞുമീനും നിരാശയോടെ മുഖം താഴ്ത്തി ഇരുന്നു. ഉടനെ ആമച്ചാർ കുഞ്ഞുമീനിന്റെ താടി പിടിച്ച് ഉയർത്തിയിട്ട് പറഞ്ഞു, വിഷമിക്കാതെ കൊച്ചുസുന്ദരി, ശരിക്കും വിജയിച്ചത് കോലാൻ തന്നെയാണ്. പലരും മത്സരങ്ങളിൽ ജയിക്കുന്നത് ഇതുപോലെയുള്ള സത്യമല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞാണ്. വിജയത്തിന് ബുദ്ധിയും പ്രധാനമാണ്. ഇത് കേട്ട് സന്തോഷത്തോടെ കുഞ്ഞുമീൻ വിളിച്ചു പറഞ്ഞു, കോലാൻ ജയിച്ചേ, കോലാൻ ജയിച്ചേ. എന്നിട്ട് ആമച്ചേട്ടനോട് പറഞ്ഞു, ഇനിയും ബുദ്ധിപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ ഞാൻ ആമച്ചേട്ടനെ സമീപിക്കും. എനിക്ക് ആ സമയം ഉപദേശങ്ങൾ നൽകണം കേട്ടോ. ഇത് കേട്ട് ആമച്ചാർ കൈയുയർത്തി പറഞ്ഞു, ശരി മോളെ, എപ്പോഴും സ്വാഗതം. ആമച്ചാർ ടാറ്റ പറഞ്ഞ് സാവധാനം ദൂരേക്ക് നീന്തിപ്പോയി.